യുവത്വം അംബേദ്കറെ വായിക്കുന്നു. ഷബാബ് കവർ സ്റ്റോറി. ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KT അൻവർ സാദത്ത്. ഇന്ത്യൻ വൈവിധ്യങ്ങളെ യഥാരൂപത്തിൽ തിരിച്ചറിഞ്ഞ രാജ്യതന്ത്രജ്ഞനാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ രൂപപ്പെടുത്തിയെടുത്ത രാജ്യത്തിൻ്റെ ഭരണഘടന ഇതിനെ സാധൂകരിക്കുന്നതാണ്. വർണ്ണങ്ങളും ജാതികളും മതങ്ങളും ആചാരങ്ങളും ശക്തമായി സ്വാധീനം ചെലുത്തിയിരുന്ന ഇന്ത്യൻ സാമൂഹിക ഘടനയെ ഭരണഘടന കൊണ്ട് കെട്ടിയോജിപ്പിച്ചു നിർത്താൻ ശ്രമിച്ചു എന്നതാണ് അംബേദ്കറുടെ സേവനങ്ങളിൽ പ്രധാനം. ഈ ചരടിനെ ദുർബലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് സമകാലിക ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ അംബേദ്കർ ഒരു സജീവ വിഷയമായി നിറഞ്ഞു നിൽക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഏറെ അസ്വസ്ഥനായി അംബേദ്കറെ കുറിച്ച് പാർലമെന്റിൽ പ്രതികരിക്കുകയുണ്ടായി. അഭി ഏക് ഫാഷൻ ഹോ ഗയാ ഹേ അംബേദ്കർ അംബേദ്കർ അംബേദ്കർ, ഇത്നാ നാം അഗർ ഭഗവാൻ കാ ലേത്തെ ഹേ തോ സാത് ജന്മോ തക് സ്വർഗ് മിൽ ജാത്ത. ഇപ്പോൾ ഒരു പുതിയ രീതി ഉയർന്നു വരുന്നുണ്ട്. അംബേദ്കർ 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ പേര് ഇവർ ഇത്രയധികം സ്മരിക്കുകയാണെങ്കിൽ 7 ജന്മങ്ങളിലും സ്വർഗപ്രാപ്തി ലഭിക്കും. ജാതീയതയും മതാധിപത്യ പ്രവണതയും ഇന്ത്യൻ സമൂഹത്തിനകത്ത് വിഭജനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിരോധമായി ഉയർന്നു വന്ന പേര് അംബേദ്കറുടേത് തന്നെയായിരിക്കും. ജന്മം കൊണ്ട് തിട്ടപ്പെടുത്തുന്ന ജാതീയ വേർതിരിവുകളെ താലോലിക്കുന്നവരാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ. സവർണ മേൽക്കോയ്മയിൽ അധിഷ്ഠിതമായ ആധിപത്യ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഫാസിസ്റ്റുകളുടെ അപ്രഖ്യാപിത ലക്ഷ്യം. ഇതിൽ ആത്യന്തികമായി അരികുവൽക്കരിക്കപ്പെടുക ദലിത് പിന്നാക്ക വിഭാഗങ്ങളായിരിക്കും. അംബേദ്കർ അഭിമുഖീകരിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യാൻ ശ്രമിച്ച ദലിത് വിഭാഗങ്ങളുടെ നിലനിൽപ്പിനായുള്ള സമരസ്വരങ്ങളാണ് അംബേദ്കർ എന്ന നാമത്തിലൂടെ ഉയരുന്നത്. ഇന്ത്യൻ ജാതീയതയുടെ ഏറ്റവും മോശമായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന ഒരാളായിരുന്നു അംബേദ്കർ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ജാതി വ്യവസ്ഥയുടെ തീവ്രത അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട, പൊതു ടാപ്പുകളിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള അവകാശം ഹനിക്കപ്പെട്ട സമൂഹ പരിച്ഛേദത്തിൻ്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. അറ്റൻഡർ അവധിയെടുക്കുന്ന ദിവസം സ്കൂളിൽ ജലപാനം സാധ്യമായിരുന്നില്ല. അയിത്തജാതിയിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ സ്കൂൾ ടാപ്പ് സ്വന്തം കൈകൊണ്ട് തൊടാൻ മഹർ വംശത്തിൽപ്പെട്ട അംബേദ്കറിന് അനുവാദമുണ്ടായിരുന്നില്ല. വെള്ളം കുടിക്കണമെങ്കിൽ അറ്റൻഡർ ടാപ്പ് തുറന്നു കൊടുക്കണം. ഈ കഠിനതകളെക്കുറിച്ച് അംബേദ്കർ തന്നെ എഴുതിയിട്ടുണ്ട്. അതിഭീതിതമായ തൊട്ടുകൂടായ്മയുടെ നേരനുഭവങ്ങളിലൂടെ ജീവിച്ച അംബേദ്കർക്ക് ഇന്ത്യൻ സമൂഹത്തിലെ പ്രശ്നങ്ങളുടെ മർമ്മം കണ്ടെത്താൻ സാധിച്ചിരുന്നു. ബോംബെയിലെ എൽഫിസ്റ്റൺ കോളേജിൽ നിന്ന് ബിരുദവും കൊളംബിയ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടിയിട്ടും അയിത്തത്തിൻ്റെ തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്നത് ഗൗരവകരമായാണ് അംബേദ്കർ കണ്ടത്. ഉന്നത വിദ്യാഭ്യാസമില്ലാത്ത തൻ്റെ സഹോദരങ്ങളുടെ ദുർഘട ജീവിതം എത്രമാത്രം ദുഷ്കരമായിരിക്കുമെന്ന് ഇത് ഇദ്ദേഹത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു. ജാതി ഉന്മൂലനം അടിസ്ഥാന ആശയമായി അംബേദ്കർ ഏറ്റെടുക്കുന്നത് ഈ സാഹചര്യങ്ങളിലാണ്. സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഹിന്ദു രാഷ്ട്രം അടിസ്ഥാനമായി നിലകൊള്ളുന്നത് വർണ്ണാശ്രമത്തിൽ അധിഷ്ഠിതമായ ജാതീയതയിലാണ്. രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ദലിത് ആദിവാസി ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന അതിപ്രധാന വിഷയമാണിത്. അംബേദ്കർ മുന്നോട്ട് വച്ചിട്ടുള്ള സാമൂഹിക കാഴ്ചപ്പാടുകളെ നശിപ്പിക്കുന്ന ഈ വിചാരധാരയെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ പ്രതിനിധികളായ ആധുനിക ഇന്ത്യയിലെ ഭരണാധികാരികളെ അംബേദ്കർ എന്ന നാമം പോലും ഭയപ്പെടുത്തുന്നതും അസ്വസ്ഥരാക്കുന്നതും അതവരുടെ ലക്ഷ്യപ്രാപ്തിയിൽ വിഘ്നം സൃഷ്ടിക്കുമെന്നതുകൊണ്ടാണ്. സവർണ ഹൈന്ദവത, ഹിന്ദുത്വ ദേശീയത എന്നീ സിദ്ധാന്തങ്ങളുടെ മറുകരയിലാണ് അംബേദ്കർ ഉള്ളത്. ജാതീയതയെ മതപരമായ ടെക്സ്റ്റിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് ഹിന്ദു മതവുമായുള്ള അംബേദ്കറുടെ വിയോജിപ്പിന് കാരണം. യൂറോപ്പിൻ്റെയും ഇന്ത്യയുടെയും സംസ്കാര ദേശീയ ചിന്തകൾക്ക് അടിത്തറയാകുന്ന ആര്യൻ വംശീയ സിദ്ധാന്തം, വേദങ്ങൾ,
വേദങ്ങളെ വംശീയതയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നയിക്കുന്ന മാനവധർമ്മശാസ്ത്രങ്ങൾ, മനുസ്മൃതി, ബ്രാഹ്മണങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്നിവയാണ് അംബേദ്കർ വിമർശന പാഠങ്ങളായി തിരഞ്ഞെടുക്കുന്നത്. രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ പ്രഥമ നിയമമന്ത്രിയായി അധികാരമേൽക്കുന്നത് അംബേദ്കറാണ്. ഹിന്ദു കോഡ് ബിൽ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ പിന്നീട് 1952 അദ്ദേഹം നിയമമന്ത്രി സ്ഥാനം രാജിവെച്ചു. നിയമമന്ത്രിയായി ഇരിക്കുമ്പോൾ ഇന്ത്യൻ ബഹുസ്വരതയെ സ്വാംശീകരിച്ച് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന രൂപപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അംബേദ്കറെ അപമാനിക്കുക എന്ന ഫാസിസ്റ്റ് ലക്ഷ്യത്തിനു പിന്നിലുള്ള അജണ്ട ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിക്കുക എന്നതുകൂടിയാണെന്ന് നാം തിരിച്ചറിയണം. ലോകത്തുള്ള ഒട്ടുമിക്ക ഭരണഘടനകളെയും പഠിച്ചും പരിചിന്തനം നടത്തിയുമാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുണ്ടാക്കിയത്. സാമൂഹിക സാമ്പത്തിക സമത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജനാധിപത്യ ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് അംബേദ്കറാണ്. ആത്മാഭിമാനം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചം പകരാൻ ഭരണഘടനയിലൂടെ അംബേദ്കർക്ക് സാധിച്ചു. തീണ്ടിക്കൂടായ്മയിലൂടെ അകറ്റി നിർത്തിയ സമൂഹത്തെ ഇന്ത്യൻ വൈവിധ്യങ്ങളുടെ മനോഹാരിതയായി ചേർത്തു നിർത്തിയ അംബേദ്കറെ രാജ്യം കൂടുതലായി ഓർമ്മിക്കേണ്ടുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അംബേദ്കർ എന്ന സമരസ്വരം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ഭരണഘടനയെ മാറ്റി നിർത്താനുള്ള ആലോചനകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ കൊണ്ടുചെന്നെത്തിച്ചത് വലിയ പ്രതിസന്ധിയിലേക്കാണ്. ഭരണഘടനയിൽ കൈവച്ചപ്പോൾ ഇന്ത്യൻ ജനത ചെറിയ രീതിയിലാണെങ്കിലും തിരിച്ചടിച്ചു. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രവും അതിൻ്റെ ജനാധിപത്യ നയങ്ങളും ഫാസിസ്റ്റ് കാലത്ത് നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഭരണഘടനയെക്കുറിച്ചും അംബേദ്കറെക്കുറിച്ചും പേർത്തും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലെ ഏറ്റവും വലിയ പ്രതിരോധമായി ISM കാണുകയാണ്. ഫാസിസത്തിനെതിരെയുള്ള ആശയപരമായ പ്രതിരോധമാണ് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന പരമാധികാര മതേതര സമത്വാധിഷ്ഠിത ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി നമ്മുടെ രാജ്യത്തെ വിഭാവനം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിനോ ജാതിക്കോ വിഭാഗത്തിനോ ഭരണഘടന പ്രാമുഖ്യം നൽകുന്നില്ല. മതേതര സങ്കല്പത്തിലൂടെ ജാതി മത വംശീയ വർണ്ണ വൈവിധ്യങ്ങൾക്കതീതമായി രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നീതിയും ഭരണഘടന വാഗ്ദത്തം ചെയ്യുന്നു. എല്ലാവർക്കുമുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ഭരണഘടന ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച് സങ്കുചിതവും ഏകശിലാത്മകവുമായ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ആശയപരമായി നിലനിൽക്കില്ലെന്ന് ISM ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന റിപ്പബ്ലിക് ദിനമെന്നത് ജനാധിപത്യവൽക്കരണത്തിൻ്റെ ചരിത്ര ദിനം കൂടിയാണ്. തുല്യനീതിയിലൂന്നിയ മതനിരപേക്ഷ രാഷ്ട്രീയം വിളംബരം ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണഘടന ഡോക്ടർ ബാബാ സാഹേബ് ഭീംറാവു റാംജി അംബേദ്കറുടെ രാജ്യത്തെക്കുറിച്ച സ്വപ്നം കൂടിയാണ്. ഈ ഭരണഘടനയുടെ സംരക്ഷകരും പ്രചാരകരുമാവുക എന്നതാണ് യുവസമൂഹത്തോട് കാലം ആവശ്യപ്പെടുന്നത്. ഫാസിസവും ജനാധിപത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാസിസം ഏത് കാലത്തും ജനാധിപത്യത്തെ തകർക്കാനാണ് ശ്രമിച്ചത്. അപരവൽക്കരണത്തിലൂടെ സങ്കുചിത ദേശീയത അടിച്ചേൽപ്പിക്കുകയാണ് ഫാസിസ്റ്റുകൾ ചെയ്യുന്നത്. ജനാധിപത്യത്തിൻ്റെ എല്ലാ സ്രോതസ്സുകളെയും നശിപ്പിക്കുക, ചരിത്രത്തെ കാവ്യവൽക്കരിക്കുക, പേരുകളും ചരിത്രങ്ങളും മാറ്റിയെഴുതുക, ന്യൂനപക്ഷ ദലിത് വേട്ട പല രൂപത്തിൽ ആസൂത്രണം ചെയ്യുക, ന്യൂനപക്ഷങ്ങളെ അപരപൗരന്മാരായി കാണുന്ന അവസ്ഥയുണ്ടാക്കുക, ഇതൊക്കെയാണ് ഫാസിസ്റ്റ് അജണ്ടകളിലൂടെ രാജ്യത്ത് 1.5 പതിറ്റാണ്ടായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെയും ദലിത് പിന്നാക്ക സമൂഹങ്ങളെയും കയ്യേറ്റം ചെയ്ത് ജനാധിപത്യ വ്യവസ്ഥകളിൽ നിന്ന് അരികുവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതി സെൻസസിനെ ഏറ്റെടുക്കാൻ BJP സർക്കാർ തയ്യാറാകാതിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ്.
ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ക്രമത്തിൽപ്പെട്ട് പിന്നാക്കം പോയിട്ടുള്ളവരാണ് ദലിത് വിഭാഗങ്ങൾ. രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 75 അധികം വർഷം പിന്നിട്ടു. അതിൻ്റെ അമൃത് മഹോത്സവം നാം ആഘോഷിച്ചു. രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ വലിയ സ്ഥാനമുള്ള ദലിത് വിഭാഗങ്ങൾ സാമൂഹിക മുന്നേറ്റത്തിൽ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് സത്യസന്ധമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിന് തയ്യാറാകെ ഇരിക്കുകയാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ. വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ നിലവിലെ സ്ഥിതി മനസ്സിലാക്കുന്നതിന് സഹായകമാകുന്ന ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിന് മുന്നിട്ടിറങ്ങാനും പിന്നാക്ക ദലിത് മുന്നേറ്റത്തിന് വഴിയൊരുക്കിക്കൊടുക്കാനും യുവസമൂഹം മുന്നിട്ടിറങ്ങണം. അംബേദ്കർ 1960 പൊതുരംഗത്ത് ദലിതരുടെ നേതാവായാണ് കടന്നുവന്നത്. സാമൂഹിക പരിഷ്കരണത്തിനായി നിരവധി സംഘടനകളാണ് അദ്ദേഹം സ്ഥാപിച്ചത്. ബഹിഷ്കൃത ഹിതകാരിണി സഭ, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, അഖിലേന്ത്യാ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, മുനിസിപ്പൽ കാക്കർ സംഘ്, സമത സൈനിക് ദൾ, ബുദ്ധിസ്റ്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നിങ്ങനെ ആ പട്ടിക നീളുന്നു. പ്രബുദ്ധരാകുക, പ്രക്ഷുബ്ധരാകുക, സംഘടിക്കുക എന്നതായിരുന്നു ദലിത് മുന്നേറ്റത്തിൽ അംബേദ്കറുടെ മുദ്രാവാക്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സാമൂഹിക നീതി എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക സംവിധാനം പടുത്തുയർത്താൻ രാജ്യത്തിൻ്റെ യുവജനങ്ങൾ സന്നദ്ധരാകണം. ഭരണഘടനയെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളെ ഗൗരവത്തോടെ സമീപിക്കണം. 76ാമത് റിപ്പബ്ലിക് ഡേ രാജ്യത്തിൻ്റെ അഖണ്ഡതയും മതസൗഹാർദ്ദവും അതിശക്തമായി ഉയർത്തിപ്പിടിക്കുന്നതിന് ആചരിക്കുക. ഇന്ത്യൻ ഭരണഘടനയെയും അംബേദ്കറെയും കുറിച്ച് ധാരാളമായി ചർച്ചകൾ നടക്കട്ടെ. അംബേദ്കർ വിഭാവനം ചെയ്ത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് രാജ്യത്തെ യുവജനങ്ങൾ അംബേദ്കറെ വായിക്കാൻ തയ്യാറാകണമെന്ന് ISM ആവശ്യപ്പെടുന്നു.